എല്ലാവർക്കും എൻ്റെ വിനീത് നമസ്കാരം. ഇന്ന് നമ്മളൊപ്പമുള്ളത് ശ്രീ ജെ നന്ദകുമാർജി RSSൻ്റെ തിങ്ക് ടാങ്ക് ഓർഗനൈസേഷനായ പ്രജ്ഞാപ്രവാഹിൻ്റെ ദേശീയ സംയോജകൻ എന്ന ചുമതല വഹിക്കുന്നു. നമ്മൾ പരിചയപ്പെടുത്തിയപ്പോൾ നമ്മൾ കേട്ടു. അധികം സമയം പാഴാക്കാതെ നമുക്ക് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു ചർച്ചയിലേക്ക് കിടക്കാം. ഫിലോസഫി ആൻഡ് ആക്ഷൻ ഓഫ് RSS ഫോർ ഹിന്ദ് സ്വരാജ്. ഈ പുസ്തകം 1951 എഴുതിയത്. ഫാദർ ആൻ്റണി എലിഞ്ഞിമറ്റം, അദ്ദേഹം നമ്മുടെ കൊച്ചി സ്വദേശി തന്നെയാണ്. RSSനെ പറ്റി എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളിൽ ഒരുപക്ഷെ ഒരു സമഗ്രമായ അവലോകനം ആദ്യമായിട്ട് നടത്തിയത് ഫാദർ എലിഞ്ഞിമറ്റത്തിൻ്റെ ഈ പുസ്തകത്തിലൂടെയാണ്. അതിനുശേഷം അനവധി പേർ ഈ ഒരു RSSനെ പറ്റിയുള്ള സമഗ്രമായ ഒരു അവലോകനവും പഠനവുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ അടുത്ത കാലം വരെ നമുക്ക് വാൾട്ടർ ആൻഡേഴ്സൺ വരെ എഴുതിയ പുസ്തകങ്ങൾ RSSനെ പറ്റിയുള്ള സമഗ്രമായ പഠനമായിരുന്നു. അത്തരത്തിലുള്ള പുസ്തകങ്ങളുടെ ആദ്യത്തെ ഒരു പുസ്തകമായിട്ട് നമുക്ക് കണക്കാക്കാവുന്ന ഒരു പുസ്തകമാണ് ഫിലോസഫി ആൻഡ് ആക്ഷൻ ഓഫ് RSS ഫോർ ഹിന്ദ് സ്വരാജ്. ഫാദർ കൊച്ചിയിലാണ് ജനിച്ചത്. അതിനുശേഷം അദ്ദേഹം നമ്മുടെ വരാപ്പുഴ അതിരൂപത സെമിനാരിയിൽ പഠനം പൂർത്തിയാക്കി പിന്നീട് ഇറ്റലിയിലേക്ക് പോയി അവിടെ സുവിശേഷ പ്രവർത്തനം നടത്തി. അതിനുശേഷം അദ്ദേഹം ഇറ്റലിയിൽ നിന്ന് 1942 ലണ്ടനിൽ വരികയും ലണ്ടനിൽ വെച്ച് അദ്ദേഹം സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം ആ സമയം അദ്ദേഹം അവിടെ പഠനത്തിനായി ഉപയോഗിച്ചു. ഓക്സ്ഫോർഡിൻ്റെ സ്കോളർഷിപ്പ് നേടി അദ്ദേഹം മാഞ്ചസ്റ്റർ കോളേജിൽ പഠിച്ചു. കേംബ്രിഡ്ജിൽ ധർമ്മദ്വൈതം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തി. അതിനുശേഷം 1945 അദ്ദേഹത്തിൻ്റെ വിലക്ക് നീക്കിയപ്പോൾ അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങി വന്നു. ഗാന്ധിയോടൊപ്പം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കാളിയായി. അതിനുശേഷം ഒട്ടനവധി ആചാര്യന്മാരോടൊപ്പവും അദ്ദേഹം ഭാരതത്തിൽ പ്രവർത്തിച്ചു. ഏകദേശം 28ഓളം പുസ്തകങ്ങൾ അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. അത്ര തന്നെ പുസ്തകങ്ങൾ അദ്ദേഹം ഇറ്റാലിയൻ ഭാഷയിലേക്കും ഏതാണ്ട് ഈ വിഷയങ്ങളിൽ തന്നെ തർജ്ജമ ചെയ്ത് ഇറ്റാലിയൻ ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. മലയാള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം 2011 അദ്ദേഹം അന്തരിക്കുകയുണ്ടായി ഇറ്റലിയിൽ വെച്ച്. അതിനുശേഷം അദ്ദേഹം സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം അദ്ദേഹം തെരുവ് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ചാരിറ്റി സൊസൈറ്റിയിലെ പ്രവർത്തനത്തിലെ വ്യാപൃതനായിരുന്നു. നമുക്ക് സമയം കളയാത്ത നമുക്ക് ഒരു പുസ്തകത്തിൻ്റെ ഒരു അവലോകനം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശ്രീ ജെ നന്ദകുമാർജി നമ്മളോട് സംസാരിക്കും. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ആദ്യ ചോദ്യം, ഇപ്പോൾ നമുക്ക് വിവാദമായിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. RSSൻ്റെ ഗണഗീതം വന്ദേ ഭാരത്, നമ്മുടെ ബാംഗ്ലൂർ എറണാകുളം വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഔപചാരിക ഉദ്ഘാടനത്തിന് കുറിച്ച് വിദ്യാർത്ഥിനികൾ ഒരു ദേശഭക്തിവാൻ എന്ന നിലയ്ക്ക് പരമപവിത്ര മതാമി മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്ന ഗണഗീതം പാടുകയും അത് പിന്നീട് സദേൺ റെയിൽവേ അവരുടെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് അത് വിവാദമാവുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫാദർ എലിഞ്ഞിമറ്റം ഈ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് RSS ചെയ്യുന്ന ആകെയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുക, അതിന് ഉലച്ചിൽ തട്ടാതെ ഈ ധർമ്മത്തിന് കോട്ടം തട്ടാതെ നോക്കുക, അതിനെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുക, സംരക്ഷിക്കുക, ഇത് മാത്രമാണ് RSS ചെയ്യുന്ന പ്രവർത്തനം. മറ്റൊരു പ്രവർത്തനം RSS ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഭാരതത്തിൻ്റെ ഒരു ഗരിമയെ, ആചാര്യന്മാരെ, വീരന്മാരെ ഓർമ്മിച്ചുകൊണ്ട് ഒരു ഗണഗീതം ആ കുട്ടികൾ അവിടെ പാടിയതിൽ എന്താണ് തെറ്റുള്ളത് എന്നൊരു ചോദ്യം നമുക്കുണ്ടോ? ഈ ഒരു കാര്യത്തിലാണ് ആദ്യമായി നമ്മളോട് ഈ ചോദ്യം. നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ആ പുസ്തകത്തെക്കുറിച്ച് പ്രിയ വിശ്വരാജ് പറഞ്ഞു. ഇവിടെ ആ പുസ്തകത്തിൻ്റെ തലക്കെട്ടെന്ന നിലയ്ക്ക് മലയാളത്തിൽ നടത്തിയ ഒരു പരിഭാഷയുടെ തലക്കെട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അതിലുണ്ട്. RSS എന്താണ് എന്ന് ആ തലക്കെട്ടിൽ പറയാൻ ഇത് പറഞ്ഞത് ഏതെങ്കിലും RSSകാരനല്ല. ഇന്നേക്ക് 75 വർഷങ്ങൾക്ക് മുമ്പ്, മൈൻഡിൽ 75 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊച്ചി നിവാസിയായ, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ പുസ്തകോത്സവ സമിതിയുടെ അധ്യക്ഷൻ നന്ദകുമാറിൻ്റെ നാട്ടുകാരനായ, നെട്ടൂറുകാരനായ ഒരു പ്രാക്ടീസിങ് കാത്തലിക് പ്രീസ്റ്റാണ് ഇത് പറഞ്ഞത്. ആ കാത്തലിക് പ്രീസ്റ്റ്, പാതിരി, അദ്ദേഹം വളരെ വലിയ പഠനങ്ങൾ നടത്തിയ ആളാണ്. അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് ഞാൻ സമയം കൂടുതൽ അതിനുവേണ്ടി എടുക്കുന്നില്ല.
അദ്ദേഹം ഗവേഷണം നടത്തി എഴുതിയ ഈ പുസ്തകം RSSനെ കുറിച്ച് ഇറങ്ങിയിട്ടുള്ള ദ വെരി ഫസ്റ്റ് പോപ്പുലർ ബുക്കാണ്. പക്ഷേ വിധി വൈപരീത്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. കേരളത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും കൂടുതൽ ചർച്ച ചെയ്യില്ല. ചർച്ച ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ചില ആൾക്കാർ പലയിടത്തൊക്കെ ഇരിപ്പുണ്ട്. അവർ നമ്മൾ സാധാരണ പറയില്ലേ, ചവിട്ടി ഒതുക്കിക്കളയും. അങ്ങനെ ചർച്ച ചെയ്യാതെ മാറ്റിവെക്കപ്പെട്ട ആ പുസ്തകമാണ് സമീപകാലത്ത് വീണ്ടും അത് പ്രസിദ്ധീകരിച്ചു. ഡെറാഡൂണിൽ വെച്ച് നടന്ന ഒരു വലിയ പരിപാടിയിൽ വെച്ച് അതിൻ്റെ ഉദ്ഘാടനം, അതിൻ്റെ പ്രകാശനം ദത്താത്രേയ ഹൊസബാലെ RSSൻ്റെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി നിർവഹിക്കുകയും ചെയ്തു. ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട് മലയാളത്തിൽ വന്നപ്പോൾ ഭാരതീയ സംസ്കൃതിയുടെ കാവലാൾ RSS എന്നത് തീർത്തും അർത്ഥവത്തായ ഒരു തലക്കെട്ടാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കൃതിയുടെ പ്രതിപുരുഷന്മാരെ പ്രകീർത്തിക്കുക എന്നത് RSS ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ആദ്യകാലം മുതലേ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സംസ്കൃതിയുടെ കാവലാളാവുക എന്നത് പ്രസംഗത്തിലൂടെയല്ല, പ്രവൃത്തിയിലൂടെ നടത്തണം. അത് നമ്മുടെ വിചാരമായി മാറണം, നമ്മുടെ ആചാരമായി മാറണം. അതിനാണ് ഇത്തരമൊരു ഗണഗീതം സംഘം സ്വീകരിച്ചത്. ഞാനത് ആരെഴുതിയത് എന്ന് അറിയില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. സംഘത്തിൻ്റെ ഗണഗീതങ്ങളൊക്കെ ആരാണ് എഴുതുന്നതെന്ന് എവിടെയും പ്രസിദ്ധീകരിക്കാറില്ല. ആ ഗീതത്തിൽ ഭഗത് സിംഗിനെ കുറിച്ച്, ചന്ദ്രശേഖർ ആസാദിനെ കുറിച്ച്, ഛത്രപതി ശിവാജിയെക്കുറിച്ച്, ഭാരതത്തിൻ്റെ വിശുദ്ധമായ വിശിഷ്ടമായ കരുത്താർന്ന പാരമ്പര്യങ്ങളെക്കുറിച്ചാണ് അതിൽ പാടുന്നത്. അതിൽ RSSൽ നിങ്ങളെല്ലാം അംഗങ്ങളാകണേ എന്ന് പറയുന്നില്ല, നിങ്ങളെല്ലാവരും ചേർന്ന് ന്യൂനപക്ഷങ്ങളെ ഇല്ലാതെയാക്കണേ എന്ന് പറയുന്നില്ല. അതിലാകെ പറയുന്നത് ഈ മണ്ണ് പരമ പവിത്രമാണ്. അങ്ങനെ പറയുന്ന വലിയ തെറ്റാണോ? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്ന ഒരു വലിയ അപരാധമാണെന്നാണ്. മിക്കവാറും ആ കുഞ്ഞുങ്ങൾക്കെതിരായിട്ട് അയാൾ കേസെടുത്ത് കളയുമെന്നാണ് പറയുന്നത്. അങ്ങൊരു അസംബ്ലിക്കകത്ത് നടത്തിയ നാടകമാണോ നൃത്തമാണോ ചവിട്ട് നാടകമാണോ അറിയില്ല. നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അങ്ങനെ ഒരാളാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. മുണ്ടുമൊക്കെ മടക്കി കുത്തിയപ്പോൾ എന്ത് സംഭവിച്ചു എന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. മടക്കി കുത്തി ഇന്ന് മോളിൽ കയറിയ ഒരുമാതിരി ഭ്രാന്തളകിയതുപോലെ ആ അസംബ്ലിക്കകത്തുണ്ടായിരുന്ന വില പിടിച്ച വസ്തുക്കളൊക്കെ വലിച്ചെറിയുക. അന്ന് വൈകുന്നേരം അവർ കൂടിയിട്ട് കണക്കെടുത്തു അത്രേ, ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ നശിപ്പിച്ചത് ആരാണെന്ന് തർക്കം ഉണ്ടായിരുന്നു അത്രേ. ധനകാര്യമന്ത്രി, പിന്നീട് ധനകാര്യമന്ത്രി ആയ ആളും, പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി ആയ ആളും, പിന്നീട് LDF കൺവീനറായ ആളും ഒക്കെ തമ്മിൽ വലിയ തർക്കാർ. ഞാനാണ് കൂടുതൽ നശിപ്പിച്ചത്. ഇങ്ങനെ ചെയ്യുന്ന ആളാണ് പിഞ്ചു കുഞ്ഞുങ്ങൾ എൻ്റെ നാട് പരമ പവിത്രമാണ് എന്ന് പാടിയത് കുറ്റമാണെന്ന് പറയും. അവരിൽ എനിക്കറിയില്ല ആ കുട്ടികളിൽ എത്ര പേര് RSSകാരുണ്ടെന്ന്. തീർച്ചയാണ് RSS എന്ന് കേട്ടിട്ടില്ലാത്ത കുഞ്ഞുങ്ങൾ പോലും ഉണ്ട്. ആർക്കും പാടാവുന്ന പാട്ടാണ് ഇത്. ഇന്ന് ഞാൻ ഏതോ ഒരു സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത ബഹുമാന്യനായ അനുഗ്രഹീത കലാകാരനായ ദിവംഗതനായ ബാലഭാസ്കർ, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രോഗ്രാമിൽ വയലിനിൽ ഈ പാട്ട് ഈ പരമപവിത്രമതാമി മണ്ണിലെന്ന് പാടുന്നത് അതിൽ വയലിനിൽ വായിക്കുന്നത് കേട്ടു. എനിക്കറിയില്ല ഇനി ഈ വിദ്യാഭ്യാസ മന്ത്രി അങ്ങേരെ ബഹിഷ്കരിക്കാൻ പുള്ളിക്ക് ഓർമ്മയുണ്ടാവില്ല, മരിച്ചതാണെന്ന് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. അക്കങ്ങൾ തന്നെ കൃത്യമായിട്ട് എങ്ങനെ പറയണമെന്നറിയാത്ത ആൾക്ക് ബാലഭാസ്കർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു കളയും. ബാലഭാസ്കർക്കെതിരെ കേസെടുക്കാനും വഴിയുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്കെതിരെ കേസെടുക്കാൻ പോകണമെന്ന് പറഞ്ഞു മതി. ഇതിലൊക്കെ എന്താ അർത്ഥമാണുള്ളത്? എന്താണ് ഈ പറയുന്നത്? വന്ദേ മാതരം എന്ന് പറഞ്ഞുകൂടാ, വന്ദേ ഭാരതം എന്ന് പറഞ്ഞുകൂടാ. എന്നാ പിന്നെ ഇനിയിപ്പോൾ വന്ദേ ഭാരതം ട്രെയിനിൽ ഒരു കയറില്ലല്ലോ, അതാണോ ചെയ്യാൻ പോണത്? ഈ നാട്ടിൽ ഓരോ ആളും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ ജനിച്ചു വളരുന്ന ഈ മണ്ണ്. അതിനുവേണ്ടി ജീവിക്കാൻ പഠിക്കണം, ഒന്ന് ഓർക്കാൻ പഠിക്കണം. അതാണ് RSS ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഈ പ്രസ്ഥാനം ഈ ഭാരതത്തിൻ്റെ കരുത്തിൻ്റെ കാവലാളുകളാണ് എന്നാണ് ആന്റണി എലഞ്ഞിമറ്റം എന്ന് പറയുന്ന ആ ക്രൈസ്തവ ഞാൻ വീണ്ടും പറയുകയാണ്, പ്രാക്ടീസിങ് ഫാദർ പ്രീസ്റ്റ് അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ച എന്താണെന്ന് കൂടി ആലോചിക്കണം. അകാരണമായി RSS നിരോധിക്കപ്പെട്ട് 2 വർഷത്തിനുള്ളിൽ എഴുതപ്പെട്ട പുസ്തകമാണ്.
48 ഒരു പക്ഷേ ഇതിൻ്റെ ഗവേഷണം അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ടാവണം. ഇത്രയും ഒരു ഗവേഷണ ഗ്രന്ഥം എഴുതണമെങ്കിൽ അന്ന് ChatGPTയും പെർപ്ലക്സിറ്റിയും ഒന്നും ഇല്ലാത്ത കാലത്ത് ഇത് എഴുതണമെങ്കിൽ വളരെ ആഴത്തിലുള്ള പഠനം നടത്തണം. എത്ര കാലം എടുത്തിട്ടുണ്ടാവും? ആ കാലം എടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ RSS നിരോധിക്കപ്പെട്ടിരുന്ന കാലമായിരിക്കും. ഏതായാലും ഇവിടെ ആരും പ്രചരിപ്പിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആന്റണി എലഞ്ഞിമറ്റം RSSകാരനായിരുന്നു എന്ന്. അതേ ആയിരുന്നില്ല. അത് അതിനകത്ത് വ്യക്തമാകുന്നുണ്ട്. ഞാൻ RSSകാരനൊന്നുമല്ല, ഞാൻ ക്രിസ്തവനാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളാണ്. ടോമിക്കൽ എന്ന് പറയുന്നതായ സമ്പ്രദായത്തിൽ വിശ്വസിച്ച് പ്രചരിപ്പിക്കുന്ന ആളാണെന്ന് വെച്ചാൽ തോമസ് അക്വിനാസിനെ വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇതെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അക്കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നു RSS എന്ന് പറയുന്നത് അത് ഹിന്ദു സ്വരാജിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനമാണ്. ഹിന്ദു സ്വരാജിനായിട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. ഹിന്ദു എന്ന് കേട്ടാൽ ചിലർക്ക് വിരൽ പിടിക്കും. പക്ഷെ അത് ആര് പറഞ്ഞതാണ്? ഹിന്ദു സ്വരാജ് എന്ന ആശയം മഹാത്മാഗാന്ധിയുടേതാണ്. മഹാത്മാഗാന്ധിജിയുടെ ആശയത്തെ നടപ്പിലാക്കാൻ വേണ്ടി RSS എന്തൊരു ആക്ഷനാണ് നടത്തുന്നത്, ഏത് ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഒറിജിനൽ ഇംഗ്ലീഷ് ബുക്കിന്റെ തലക്കെട്ട് കൂടി എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ അറിഞ്ഞിരിക്കണം. ദ ആക്ഷൻ ആൻഡ് ഫിലോസഫി ഓഫ് RSS ഫോർ ഹിന്ദു സ്വരാജ്. എത്ര അർത്ഥവത്തായ പേരാണെന്ന് ഓർക്കൂ. ആക്ഷൻ ആൻഡ് ഐഡിയോളജി എന്ന് പോലുമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാം ഐഡിയോളജിയേക്കാൾ എത്രയോ വലിയ പദമാണ് ഫിലോസഫി. പ്രത്യയശാസ്ത്രമല്ല, ദർശനമാണ്, ദർശനശാസ്ത്രമാണ്. ആ ദർശനത്തിന് അനുസൃതമായ പ്രവർത്തനം, ആക്ഷൻ ആൻഡ് ഫിലോസഫി ഫോർ വാട്ട്? ഫോർ ഹിന്ദു സ്വരാജ് എന്ന അർത്ഥവത്തായ പുസ്തകം അദ്ദേഹം 1951 എഴുതി. ആ പുസ്തകം ആദ്യന്തം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും RSS എന്താണ് എന്ന്. ഒരു ന്യൂനപക്ഷ സമുദായ അംഗം പോരാ, അതിലെ ഒരു പുരോഹിത ശ്രേഷ്ഠൻ ആ കാലഘട്ടത്തിൽ എഴുതിയ പുസ്തകമാണ്. അതിൽ കൂടുതൽ ആഴത്തിലേക്ക് പഠിക്കുന്നത് ഈ കാലഘട്ടത്തിൽ വളരെയേറെ അനിവാര്യമാണ് എന്നുകൂടി ഞാൻ ആമുഖമായി പറയുകയാണ്. 1951 ഈ പുസ്തകം എഴുതുന്നത്. ഈ പുസ്തകത്തിൽ ഫാദർ ഒരു 4-5 സ്ഥലത്ത് സ്യൂഡോ സെക്യുലറിസം, കപട മതേതരത്വം അല്ലെങ്കിൽ മതേതരവാദം അല്ലെങ്കിൽ മിഥ്യാ മതേതരവാദം എന്ന് 4-5 സ്ഥലത്ത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരെയും പ്രതിപാദിക്കുന്ന ഇടത്താണ് അദ്ദേഹം ഈ വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊരു. അപ്പോൾ 1951 തൊട്ട് ആ വാക്ക് ആദ്യമായിട്ട് കോയിൻ ചെയ്തത് അദ്ദേഹമായിരിക്കാം അല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ ഇന്ത്യൻ പൊളിറ്റിക്കൽ പാർലൻസിൽ, നമ്മുടെ രാഷ്ട്രീയ ചർച്ചകളിൽ ആദ്യമായി സ്യൂഡോ സെക്യുലറിസം എന്ന പ്രയോഗം നടത്തുന്ന ആളുകൂടിയാണ് ഫാദർ ആന്റണി എലഞ്ഞിമറ്റം. പലപ്പോഴും നമ്മളൊക്കെ ധരിക്കുന്നത്, കുറച്ചൊക്കെ രാഷ്ട്രീയ ചർച്ചകളെ പിൻപറ്റുന്ന ആളുകളെന്ന നിലയ്ക്ക് നമ്മളൊക്കെ ഓർക്കുന്നത് ഇറ്റ് വാസ് കോയിൻഡ് ബൈ LK അഡ്വാനി. BJPയുടെ ഒക്കെ ആൾക്കാരുടെ പൂർണ്ണമായ വിശ്വാസം അങ്ങനെയാണ്. പക്ഷേ സ്വയം ലാൽകൃഷ്ണ അഡ്വാനി ഹാസ് അഡ്മിറ്റഡ് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് കോയിൻഡ് ബൈ മീ ബട്ട് ഇറ്റ് വാസ് കോയിൻഡ് ബൈ എ കേരളൈറ്റ് കാത്തലിക് പ്രീസ്റ്റ് ഫാദർ ആന്റണി എലഞ്ഞിമറ്റം. അദ്ദേഹം ആദ്യമായി ഇത് കോയിൻ ചെയ്യുന്നത് ഈ പുസ്തകത്തിലാണ്. അതിനു മുമ്പ് ആരെങ്കിലും പ്രയോഗിക്കുകയല്ല, ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു പ്രയോഗം. സെക്യുലറിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി എ സേക്രഡ് കൗ. അതൊരു വിശുദ്ധ പശുവാണെന്നാണല്ലോ പൊതുവെ കണക്കാക്കുന്നത്. ആ വിശുദ്ധ പശുവിനെതിരായിട്ടുള്ള ആഞ്ഞടിയാണ് ആന്റണി എലഞ്ഞിമറ്റം നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന സെക്യുലറിസം എന്ന് പറയുന്നത് അത് സ്യൂഡോയാണ്, കപടമാണ്, കപട മതേതരത്വമാണ് നിങ്ങൾ പറയുന്നത്. അത് നെഹ്റു പറയുന്ന സെക്യുലറിസവും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പറയുന്ന, അത് PC ജോഷി ആണെങ്കിലും EMS നമ്പൂതിരിപ്പാടാണെങ്കിലും BT രണദിവയാണെങ്കിലും ഒക്കെ പറയുന്ന മതേതരത്വം തികഞ്ഞ കാപട്യമാണ്. അതാണ് ഭാരതം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഈ പുസ്തകത്തിൽ 6 തവണ അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് ആ പദം സ്യൂഡോ സെക്യുലറിസം. പിന്നീട് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ അദ്ദേഹം ഒട്ടനവധി ലേഖനങ്ങൾ ഭാരതത്തിലെ ദേശീയ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. ആ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ അദ്ദേഹം ഈ കാര്യത്തെ വളരെ കൃത്യമായ ഗവേഷണത്തിൻ്റെ പിൻബലത്തോടു കൂടി, വെറുതെ ഒരു റെട്ടോറിക് അല്ല, അദ്ദേഹം ഒരിക്കലും ഒരു റെട്ടോറിക് നടത്തിയിട്ടുള്ള ആളല്ല, തെരുവ് പ്രസംഗം നടത്തുന്ന ആളുമല്ല, ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു ഇത് ഭാരതത്തിന് ഭാവി കാലത്തിൽ വലിയ അപകടം ഉണ്ടാക്കാൻ പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ സ്യൂഡോ സെക്യുലറിസം. നമുക്ക് മതം എന്ന് പറയുന്നത്, ധർമ്മം എന്ന് പറയുന്നത് പരിശുദ്ധമായ ധർമാഭിനിവേശം, ആ ധർമാഭിനിവേശം നമുക്കുണ്ടാകേണ്ടതാണ്. ഇവിടെ ഇന്ന് പറയുന്ന മതേതരത്വം എന്ന് പറയുന്നത്
മതത്തിൽ നിന്ന് നമ്മളെ അകറ്റാൻ, ധാർമ്മിക ബോധത്തിൽ നിന്നും ആധ്യാത്മിക ചിന്തയിൽ നിന്നും നമ്മളെ അകറ്റാനുള്ളതാണ്. അത് ഗാന്ധിയൻ തത്വങ്ങളിൽ നിന്നും നേതാജിയുടെ തത്വങ്ങളിൽ നിന്നും നമ്മളെ അകറ്റാനുള്ളതാണ്. അദ്ദേഹം സാധാരണഗതിയിൽ പ്രീസ്റ്റ് എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, മതപുരോഹിതൻ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇത്ര കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നുണ്ടാവാം, പക്ഷെ അത്ര കൂടുതൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ആന്റണി എലഞ്ഞിമറ്റത്തിന്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഒരു സ്റ്റാഞ്ച് ഫോളോവർ ആയിരുന്നു ഗാന്ധിജിയുടെയും നേതാജിയുടെയും. ഗാന്ധിജിയും നേതാജിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഈ പഴയകാല രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നവർക്ക് പലപ്പോഴും തോന്നുന്ന അതിൽ രണ്ടുപേരും ഒരു പോൾ അപ്പാർട്ടാണ് എന്ന് പറയും, ധ്രുവങ്ങളുടെ അകലമുണ്ട് അവർക്കിടയിൽ എന്ന് നമ്മൾ പറയും. പക്ഷേ ആന്റണി എലഞ്ഞിമറ്റം സസൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് ഭാരതത്തിനാവശ്യം നേതാജിയുടെയും അതേപോലെ ഗാന്ധിജിയുടെയും നേതൃത്വമാണ്. അത് രണ്ടും നഷ്ടമായിടത്തേക്ക് കടന്നു വന്ന നേതാക്കന്മാർ, കടന്നു വന്ന ആരൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം, ഞാനത് പറയേണ്ടതില്ല. നാഗശിഖാന്തം എതിർക്കുകയാണ് ആന്റണി എലഞ്ഞിമറ്റം എന്ന് പറയുന്ന ആ ഉയർന്ന ചിന്തകൻ. അദ്ദേഹം അങ്ങനെ എതിർത്തുകൊണ്ടാണ് പറയുന്നത്, ഇത്തരക്കാരുടെ നേതൃത്വത്തിൽ പെട്ടുപോയ കോൺഗ്രസ്, അത് ഞാൻ സമയക്കുറവുണ്ട് അതിൽ കൂടെ കിടക്കുകയാണ്, കോൺഗ്രസ് അത് ഊർധൻ വലിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാനത് കൂടുതൽ വിശദമാക്കാം. അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയ സ്വയംസേവക സംഘം 100ാമത് വർഷം പിന്നിടുകയാണ്. 25 വർഷം, RSS 25 വർഷത്തിന്റെ ആഘോഷ സമയത്താണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് വിചാരിക്കുന്നത്, 1951. അപ്പോൾ 1951 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം കേവലം 4 വർഷമേ ആയിട്ടുള്ളൂ. ആ 4 വർഷം സമയം കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ് കോൺഗ്രസ് നശിച്ചു കഴിഞ്ഞു. എനിക്ക് ആകെ പ്രതീക്ഷയുണ്ടായിരുന്നത് ഗാന്ധിയും സുഭാഷ് ചന്ദ്രബോസും എല്ലാം ഉണ്ടായിരുന്ന കോൺഗ്രസിനെ കുറിച്ചായിരുന്നു. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാരതത്തിൽ പ്രതിനിധാനമേ ചെയ്യുന്നില്ല, ഒരു വിദേശ ആശയം ഭാരതത്തിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഹിന്ദു മഹാസഭയുടെ പ്രസക്തി അവസാനിച്ചു. ഇനി എനിക്ക് ആകെയുള്ള പ്രതീക്ഷ RSS മാത്രമാണ്. RSS ഇനി ഭാരതത്തിന്റെ ഏക പ്രതീക്ഷ RSS മാത്രമാണെന്നാണ് അദ്ദേഹം 1951 തന്നെ RSSനെ പറ്റി അദ്ദേഹം അത് പറഞ്ഞത് ഈ 100 വർഷം പിന്നിടുമ്പോൾ നമ്മൾ എങ്ങനെ നോക്കിക്കാണും? ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ അതിശക്തമായൊരു വാചകത്തിലൂടെയാണ്. നമ്മളെല്ലാവരും പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ അന്തഃശോധനയെ പ്രതിനിധീകരിച്ച, ഭാരതത്തിൻ്റെ ലോകത്തോടുള്ള ആഹ്വാനത്തിൻ്റെ പ്രതിരൂപമായിരുന്ന മൈറ്റി ഫോഴ്സ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഫോർ ദി നാഷണൽ ഇമാൻസിപ്പേഷൻ that Congress has become an old grandmother which is looking towards the funeral pyre എന്നാണ് അദ്ദേഹം ഇംഗ്ലീഷിൽ പ്രയോഗിക്കുന്നത്. അതായത് മരണശേഷമുള്ള തൻ്റെ അന്ത്യ സംസ്കാര വിധി നടത്തുന്ന, അതിലേക്ക് നോക്കിക്കിടക്കുന്ന ഒരു വൃദ്ധയായ അമ്മൂമ്മയായിട്ടാണ് അദ്ദേഹം ആദ്യ വരിയിൽ തന്നെ പറയുന്നത്. ഈ കോൺഗ്രസിൻ്റെ കാലം കഴിഞ്ഞു എന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നു. അദ്ദേഹം ഒരു കോൺഗ്രസ് വിരോധിയായിട്ടൊന്നുമല്ല, കോൺഗ്രസിൽ വളരെയേറെ അടുത്ത് പ്രവർത്തിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇവിടെ വിശ്വൻ സൂചിപ്പിച്ചതുപോലെ ഗാന്ധിജിയുടെ കാലശേഷം, നേതാജിയുടെ ഒരു തരത്തിലുള്ള അപ്രത്യക്ഷമാകലിന് ശേഷം, സർദാർ പട്ടേൽ ഇല്ലായതിനു ശേഷം ഇന്ന് കോൺഗ്രസിൽ പ്രതീക്ഷിക്കാൻ ഒന്നും ബാക്കിയില്ല. അദ്ദേഹം ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ അധികാരമോഹികളായ ഒരു വിട്ടം ആൾക്കാരുടെ കൈകളിലേക്ക് കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുന്നു. ആശയത്തിന് അവിടെ ഒരു സ്ഥാനവുമില്ല. അതിനേറെക്കാലം അതിജീവിക്കാൻ കഴിയുകയില്ല. മരണാസന്നയായ ഒരു ആളായിട്ട് മാറിയിരിക്കുകയാണ്. ഇറപ്പറബിൾ, ഇതൊക്കെയാണ് പ്രയോഗം. അതായത് ഒരു പരിഹാരവും ഇല്ലാത്ത രോഗത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന കോൺഗ്രസ്. ഇത് എപ്പോഴാണ് എഴുതുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെ സൂചിപ്പിച്ചു, ചിലപ്പോൾ ചിലരൊക്കെ അത് ഒറ്റ കേൾവിക്കങ്ങ് മറന്നുപോയിട്ടുണ്ടാവും. ഏതോ ഒരു പുസ്തകം എന്ന് വിചാരിക്കും. ഇത് എഴുതുന്നത് 1951 1951 എന്ന് പറയുമ്പോൾ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി കഷ്ടി 3.5 വർഷം. 47 4 എന്ന് കൂട്ടല്ലേ, 47 ഓഗസ്റ്റ് മുതൽ കൂട്ടൂ, അപ്പം മനസ്സിലാവും 3-3.5 വർഷത്തിനുള്ളിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. ആ കാലം ഏതാ? നേതാജി ബീങ് ലോഗൈസ്ഡ് ആസ് ദ പ്രിൻസ് ഓഫ് ഡെമോക്രസി, ലോകമെമ്പാടുമുള്ള ജനാധിപത്യത്തിന്റെ രാജകുമാരനായി. ആരാണവോ പേര് കൊടുത്തെന്നറിയില്ല, അദ്ദേഹം തന്നെയാണ് അത് കൊടുത്തെന്നാണ് വേറെ ചിലർ പറയുന്നത്. സ്വയം ജനാധിപത്യങ്ങളുടെ രാജകുമാരനായി അവരോധിതനായ നെഹ്റു
മുടിചൂടാ മന്നനായി ഭാരതം ഭരിക്കുന്ന ആ കോൺഗ്രസിൻ്റെ ശക്തി ചൈതന്യങ്ങളെല്ലാം ഉണ്ട് എന്ന് പറയുന്ന കാലത്താണ് ഈ നെട്ടൂറുകാരനായ പാതിരി പ്രഖ്യാപിക്കുന്നത് ഇതിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. എന്തൊരു ദീർഘദൃഷ്ടിയാന്ന് നോക്കൂ. നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സാധനം. നമ്മൾ മനസ്സിലാക്കാൻ അദ്ദേഹം ഏതാണ്ട് 70 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു. ആ കൂട്ടത്തിൽ പറഞ്ഞു, എൻ്റെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് ശരിയായ മാർക്സിയൻ ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷം ആ വിടവ് നികത്തുമെന്നാണ്. ആ പ്രതീക്ഷയും എനിക്ക് അസ്തമിച്ചു. വീണ്ടും ആലോചിക്കുക ആ കാലം ഏതാണെന്ന്. ആഫ്റ്റർ നെഹ്റു EMS, ആഫ്റ്റർ നെഹ്റു EMS എന്ന് ചുരുങ്ങിയ പക്ഷം സഖാക്കന്മാരെങ്കിലും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ആന്റണി അലഞ്ഞുമറ്റം പറയുന്നത് ഇത് രണ്ടും ഒരുമിച്ച് ഇല്ലാതാവാൻ പോവുകയാണ്. രണ്ടും ഒരുമിച്ച്. പിന്നെ എവിടെയാണ് പ്രതീക്ഷ എനിക്കുള്ളത്? ഈ രാഷ്ട്രത്തിൻ്റെ അന്തസ്സത്തയെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ ശക്തി ചൈതന്യങ്ങളെ ഉള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഇതിൻ്റെ പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ദൃഢപ്രതിജ്ഞിതരായി സേവനത്തിനും ത്യാഗത്തിനും മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് സംഘത്തിൻ്റെ സവിശേഷതയെക്കുറിച്ച്, RSന്റെ സവിശേഷതയെക്കുറിച്ച് ഫാദർ ആന്റണി അലഞ്ഞിമറ്റം എഴുതുമ്പോഴൊക്കെയും പറയുന്ന ഒരു വാക്ക്, ത്യാഗത്തിനും സേവനത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനം. ഈ ത്യാഗവും സേവനവും ഒരുപക്ഷെ അത് രണ്ട് പദവും അദ്ദേഹത്തിന് അറിയാത്തതൊന്നുമല്ല. പക്ഷെ അത് അദ്ദേഹം ആവർത്തിക്കുന്നത് കേൾക്കുമ്പോൾ മറ്റൊരു മഹാത്മാവിന് എനിക്ക് ഓർമ്മ വരികയാണ്. യുവത്വത്തിൻ്റെ പ്രതിരൂപമായിരുന്ന, കരുത്തിൻ്റെ പ്രതിരൂപമായിരുന്ന വിവേകാനന്ദ സ്വാമികളെ. വിവേകാനന്ദ സ്വാമികൾ ഈ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താൻ എന്താണ് ഉപാധി എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായി ഒരു പ്രഭാഷണത്തിൽ പറയുന്നത്, റിനൗൺസിയേഷൻ ആൻഡ് സർവീസ് ആർ ദ നാഷണൽ ഐഡിയൽസ് ഓഫ് ദിസ് നേഷൻ. And if you want to strengthen this nation, you have to strengthen her in those channels and rest will take care of itself. സേവനവും ത്യാഗവുമാണ് ഈ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ. ആ അടിസ്ഥാന ആശയങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ ഭാരതത്തെ ശക്തിപ്പെടുത്താനുള്ള നമുക്ക് ചെയ്യാനുള്ള കാര്യം. ബാക്കിയൊക്കെ അത് നോക്കിക്കൊള്ളും. റിനൗൺസിയേഷൻ സർവീസ്. ആന്റണി അലഞ്ഞിമറ്റം അദ്ദേഹം ഈ പുസ്തകത്തിൽ ആവർത്തിക്കുന്നത് ഈ പാരമ്പര്യത്തിനു വേണ്ടി ജീവസമർപ്പണം നടത്താനും അതിന് സമൂഹ സേവനം നടത്താനും മുന്നിട്ടിറങ്ങിയ ഒരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. അതുകൊണ്ട് അതിൽ മാത്രമാണ് എൻ്റെ പ്രതീക്ഷയെന്നാണ്. ഇതിനോടൊപ്പം തന്നെ പ്രിയപ്പെട്ട വിശ്വരാജ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനുള്ളിൽ ഉൾപ്പെടുത്തിയ മറ്റൊരു കാര്യമാണ്, ഹിന്ദു മഹാസഭ പോലെയുള്ള പ്രസ്ഥാനങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ശുദ്ധമായ വർഗീയ പ്രസ്ഥാനമാണ് അതെന്നാണ്. അത് അങ്ങനെയാണോ എൻ്റെ അഭിപ്രായം ഒന്നും ചോദിക്കരുത്. പക്ഷേ അദ്ദേഹം ആന്റണി അലഞ്ഞുമറ്റം പറയുന്നത് ഹിന്ദു മതവർഗീയതയിൽ ഊന്നി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണത്. അപ്പോൾ RSS മതവർഗീയ പ്രസ്ഥാനമല്ല എന്നാണ് പറയുന്നത്. വീണ്ടും ഒന്നുകൂടി നിങ്ങളുടെ ചിന്തകളെ ഞാൻ പിന്നോട്ട് കൊണ്ടുപോവാണ് 51ലേക്ക്. 51ലെ ആ കാലഘട്ടത്തിൽ RSS മതത്തെ അല്ല പ്രതിനിധാനം ചെയ്യുന്നത്. അവർ ഹിന്ദു എന്നോ ഹിന്ദുത്വം എന്നോ പറയുമ്പോൾ അത് ഈ രാഷ്ട്രത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്, രാഷ്ട്രത്തിൻ്റെ സ്വത്വത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ കാലഘട്ടത്തെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം വീണ്ടും മറ്റൊരു വസ്തുത കൂടി പറയുന്നുണ്ട്. പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭാവിയെക്കുറിച്ച് പറയുന്നത് പോലെ തന്നെ ഒരു പൊളിറ്റിക്കോ റിലീജിയസ് പ്രസ്ഥാനം എന്ന് പറയാവുന്ന ഹിന്ദു മഹാസഭയുടെ ആന്തരിക ദൗർബല്യത്തെക്കുറിച്ച് പറയും പോലെ തന്നെ സംഘത്തിൻ്റെ മഹത്വത്തെ അദ്ദേഹം ഊട്ടി ഉറപ്പിക്കുന്നത് എന്തുമായി ബന്ധപ്പെടുത്തിയിട്ടാണെന്ന് കൂടി സസൂക്ഷ്മം വായിച്ചാലാണ് ആന്റണി അലഞ്ഞിമറ്റം എന്ന് പറയുന്ന ഒരു ക്രാന്തദർശിയായ രാഷ്ട്രീയ വിമർശകനെ, ദാർശനികനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അദ്ദേഹം പറയുന്നു, രാഷ്ട്രീയ സ്വയംസേവക സംഘം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഭാരതത്തിൽ ഒട്ടനവധി ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു വേറെ. അത് രാമകൃഷ്ണ മിഷൻ എന്ന നിലയിലായാലും അല്ലെങ്കിൽ ദയാനന്ദ സരസ്വതിജിയുടെ ആര്യസമാജമായാലും അങ്ങനെ ബ്രഹ്മസമാജം, കേശവചന്ദ്ര സെന്നിൻ്റെയൊക്കെ ബ്രഹ്മസമാജമായാലും ഇതൊക്കെ പ്രവർത്തിക്കുന്ന കാലമാണത്. അവരൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഹൈന്ദവ ആധ്യാത്മികതയെ കൂടിയാണ് RSS പ്രതിനിധീകരിക്കുന്നത്. അവിടെ അദ്ദേഹം കൊണ്ടുവരുന്നത് കോൺഗ്രസിനുള്ളിലുണ്ടായിരുന്ന ഗാന്ധിജിയുടെയും നേതാജിയുടെയും ആ ചിന്തകളെയും അതോടൊപ്പം തന്നെ വിവേകാനന്ദ സ്വാമികളും രാമകൃഷ്ണ പരമഹംസരും ദയാനന്ദ സരസ്വതിയും രാജാറാം മോഹൻ റായിയും ഒക്കെ പ്രതിനിധാനം ചെയ്ത യഥാർത്ഥ ഹൈന്ദവ തനിമയുടെയും പിന്മുറക്കാരെന്ന നിലയ്ക്കാണ് RSS മുന്നോട്ട് വരുന്നതെന്നാണ്. അതാണ് ഈ പുസ്തകത്തിൻ്റെ മറ്റൊരു സവിശേഷതയായി ഞാൻ കാണുന്നത്.
മറ്റൊരു വിവാദപരമായൊരു പരാമർശം ഉണ്ട് പുസ്തകത്തിൽ. ഒരു ക്രൈസ്തവ പുരോഹിതനായിരുന്നിട്ട് കൂടി അദ്ദേഹം ഈ പുസ്തകത്തിലെല്ലാം അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളെല്ലാം വളരെ ഷാർപ്പാണ്. അത് മയപ്പെടുത്തുകയോ വെള്ളം ചേർക്കുകയോ ഒന്നും ചെയ്യാതെയാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ഭാരതരത്ന ഡോക്ടർ ഭഗവൻ ദാസ്ജിയെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, RSS ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഭാരതം മറ്റൊരു പാകിസ്ഥാനാവുമായിരുന്നു, ഞാനും നിങ്ങളുമെല്ലാം പശുവിറച്ചി തിന്നുമായിരുന്നു, ഞാനും നിങ്ങളുമെല്ലാം മുസ്ലിങ്ങളാവുമായിരുന്നു എന്ന്. RSS ഇല്ലായിരുന്നെങ്കിൽ അതൊരു അധികം കേട്ടുപരിചയമില്ലാത്തൊരു ഒരു ഒരു കാര്യമായിരുന്നു. വിശ്വരാജിന് കേട്ടുപരിചയമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിത് ഭഗവൻദാസിൻ്റെ ഈ പുസ്തകം വായിച്ചത് 40 വർഷം മുമ്പാണ്. ഭഗവൻദാസ് എന്ന് ഒറ്റ വഴിക്കങ്ങ് പറഞ്ഞു വിടല്ലേ. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആരാധ്യനായ നേതാവ്, വലിയ ബുദ്ധിജീവി, പൊളിറ്റിക്കൽ തിങ്കർ. അദ്ദേഹം ആദ്യത്തെ ഭാരതരത്ന അവാർഡുകളിൽ ഒരാളാണ്. ഇപ്പോൾ സ്വയം ഭാരതരത്ന മേടിച്ച ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഭാരതത്തിന്റെ ചരിത്രത്തിൽ. 1955 അങ്ങനെ ഒരാൾ സ്വയം മേടിച്ചു. ഞാൻ എനിക്ക് കൊടുക്കുകയാണ് എന്ന് പറയും. തമാശയ്ക്ക് നമ്മൾ പറയില്ല, ആരെങ്കിലും നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചില്ലെങ്കിൽ ഞാൻ എന്നെ നിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെയാണ് അന്നത്തെ പ്രധാനമന്ത്രി സ്വയം കൊടുത്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മകൾ കൊടുത്തു, മകളുടെ മകൻ കൊടുത്തു. അത് ഒരു പ്രാഞ്ചിയേട്ട പാരമ്പര്യമാണ്. ഈ പത്മശ്രീ പുരസ്കാരങ്ങൾ കൊടുക്കുന്ന ഒരു പ്രാഞ്ചി പാരമ്പര്യം ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ കിട്ടിയതല്ല ഭഗവൻദാസിന്. ഭഗവൻദാസ് ഒറ്റയ്ക്ക് നിന്ന് അംഗീകരിക്കാതിരിക്കാൻ പറ്റാത്ത നിലയിലേക്ക് വളർന്നുയർന്ന മഹാനായ ഭാരത പുത്രനാണ് ഭഗവൻദാസ്. ആ ഭഗവൻദാസ് പറഞ്ഞ വസ്തുതയാണ്, ഹാഡ് there not been RSS, ഭാരത് would have been a പാകിസ്ഥാൻ. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ചരിത്രപരമായ തെളിവുകൾ കൂടി നിരത്തുന്നുണ്ട്. RSS ഇല്ലായിരുന്നുവെങ്കിൽ ബാക്കി ഭാരതം കൂടി പാകിസ്ഥാൻ ആകുമായിരുന്നു. അപ്പോഴാണ് നമുക്ക് ജിന്നയുടെ മറ്റൊരു മുദ്രാവാക്യം ഓർമ്മ വരുന്നത്, ഹസ്കെ ലിയ പാകിസ്ഥാൻ ലടുത്തെ ലെങ്കെ ഹിന്ദുസ്ഥാൻ. ചിരിച്ചു നേടി പാകിസ്ഥാൻ, പൊരുതി നേടും ഹിന്ദുസ്ഥാൻ. യുദ്ധം ചെയ്തിട്ട് ആ യുദ്ധത്തിന്റെ തയ്യാറെടുപ്പുകൾ ഡൽഹിയിലെ ഒരു പ്രധാന ആരാധനാലയത്തെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഏകദേശം സെപ്റ്റംബർ ഒക്ടോബറോടുകൂടി ഒരു പുതിയ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖ്യമന്ത്രി നടത്തുന്ന പോലുള്ള ആക്ഷനല്ല, ശരിക്കുള്ള ആക്ഷനാണ്. ഈ കൈയടിച്ചിട്ട് ആക്ഷൻ നടത്തുന്ന പോലെ അല്ല. അത് ശരിക്കും ഉദ്ദേശിച്ച ആയുധങ്ങളെല്ലാം സംഭരിച്ചു വെച്ചിരുന്നു അതിൻ്റെ ഉള്ളറകളിൽ. എന്തോ നടക്കാൻ പോകുന്നു എന്ന ധാരണ ചില രാഷ്ട്രഭക്തരായ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് കിട്ടിയ RSSന്റെ ഡൽഹി സംഘചാലകായിരുന്ന ലാലാ ഹൻസ്രാജ് ഗുപ്ത, സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിരുന്ന ലാലാ ഹൻസ്രാജ് ഗുപ്ത, ഡൽഹിയിലെ സമർത്ഥന്മാരായ എന്നാൽ വളരെയൊന്നും പരിചിതരല്ലാത്ത, പ്രസിദ്ധരല്ലാത്ത, ചങ്കൂറ്റമുള്ള കുറച്ച് സ്വയംസേവകരെ തെരഞ്ഞെടുത്തു സംഘത്തിൻ്റെ. ആ സ്വയംസേവകർ, ഞാൻ പറയുകയാണെങ്കിൽ അഭിമാനത്തോടെ പറയുന്നു, ഒപ്പം വേദനയോടെ പറയുകയാണ്, ആ ആരാധനാലയത്തിലേക്ക് കടക്കണമെങ്കിൽ തൻ്റെ ശരീരത്തിൽ എന്ത് മുറിവേൽപ്പിക്കണം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ചെയ്ത്, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്ത് ചെയ്താലാണ് അത് നടക്കാന്ന്. അങ്ങനെ ചെയ്ത് ആ ആരാധനാലയത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്നാണ് ഈ ഞെട്ടിക്കുന്ന രഹസ്യങ്ങൾ അവർക്ക് മനസ്സിലായത്. ആ രഹസ്യം വലിയ തോതിലുള്ള ആയുധ സമ്പാദനം നടത്തുന്നു. ഒട്ടും പരിചയമില്ലാത്ത പലരും അവിടെ ഉണ്ട് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അതിൽ നിന്നാണ് സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി ഒരു ആക്ഷൻ ഡേ ഉണ്ടാകാൻ പോകുന്നു. അവരുടെ ഉന്നം ചെറിയ ആളുകളൊന്നും ആയിരുന്നില്ല. അന്നത്തെ പ്രധാനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിരുന്നു ആദ്യത്തെ ഉന്നം ഇരകളാക്കാൻ. ഈ വിവരം കിട്ടിയ മാത്രയിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ സ്വയംസേവകർ അവിടുന്ന് പുറത്തു കടന്ന് വിവരം ലാലാ ഹൻസ്രാജ് ഗുപ്ത വഴിക്ക് സർദാർ പട്ടേലിലേക്ക് എത്തിച്ചതുകൊണ്ട് മാത്രം, ഞാനല്ല പറയുന്നത്, ഭാരതരത്ന ഭഗവൻദാസ് പറയുകയാണ്, എത്തിച്ചതുകൊണ്ട് മാത്രമാണ് ഭാരതം രക്ഷപ്പെട്ടത്. ചിലരുടെ ലടുക്കെ ലെങ്കെ ഹിന്ദുസ്ഥാൻ യുദ്ധം ചെയ്ത് നേടും പാകിസ്ഥാൻ എന്ന ആശയത്തെ തകർത്തത്. അതുകൊണ്ടാണ് ഭഗവൻദാസ് പറഞ്ഞത്, ഹാഡ് there not been RSS, ഭാരതം മറ്റൊന്നായി മാറുമായിരുന്നു എന്ന് പറഞ്ഞത്. അതിനെയാണ് ആന്റണി എലഞ്ഞിമറ്റം കോട്ട് ചെയ്തിരിക്കുന്നത്. അത് ആന്റണി എലഞ്ഞിമറ്റത്തിൻ്റെ കൊട്ടേഷൻ ശരിയല്ല എങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ കേസ് കൊടുക്കലുകാർ കുറേ പേരുണ്ടല്ലോ, പാവം 12-11 വയസ്സായിട്ടുള്ള പിള്ളേർ പരമ പവിത്രമാണ് ഭാരതം എന്ന് പറഞ്ഞപ്പോൾ കേസ് കൊടുക്കാൻ പോകുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആന്റണി എലഞ്ഞിമറ്റത്തെക്കുറിച്ചും എന്നെ മുൻകാല പ്രാബല്യത്തോടു കൂടി കേസ് കൊടുക്കാൻ 2011 മരിച്ചെങ്കിൽ പോലും വേണമെങ്കിൽ ഇപ്പോൾ വേണമെങ്കിലും കേസ് കൊടുക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ ഭഗവൻദാസിനെതിരെ വേണമെങ്കിൽ കേസ് കൊടുക്കാം. അവർ ആർക്കെതിരെയും കേസ് കൊടുക്കുന്നവരാണ്. അപ്പോൾ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഭഗവൻദാസ് എഴുതിയത് സത്യമാണ്. അത് കോട്ട് ചെയ്യുകയാണ് ആന്റണി എലഞ്ഞിമറ്റം
ഈ പുസ്തകത്തിൽ ചെയ്തിരിക്കുന്നത്. ഒരു കാത്തലിക് പ്രീസ്റ്റ് ആയിരുന്ന ഫാദർ ആന്റണി അലഞ്ഞിമറ്റും പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, നൺ ഓഫ് ദ ഓർഗനൈസേഷൻസ് ഇൻ ഇന്ത്യ ഈസ് കേപ്പബിൾ ഓഫ് പ്രിവെന്റിങ് കമ്മ്യൂണിസം എന്നാണ്. പ്രിവെന്റിങ് എന്നൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് മറ്റു ഒരു സംഘടനകളും RSS അല്ലാതെ മറ്റൊരു സംഘടനകൾക്കും കമ്മ്യൂണിസം എന്ന ഭീഷണിയെ, അവരുടെ വെല്ലുവിളിയെ നേരിടാൻ തക്കതായ ശക്തിയുള്ളതായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല എന്നാണ് പറയുന്നത്. 1951 തന്നെ അദ്ദേഹം ഇതൊരു ഭീഷണിയാണ്, വെല്ലുവിളിയാണ് രാജ്യത്തിനെന്ന് അദ്ദേഹം ഒരു ദീർഘദർശനത്തോടുകൂടി പറയാൻ സാധിച്ചു. എങ്ങനെയായിരിക്കും അങ്ങനെ പറയാൻ സാധിച്ചിട്ടുണ്ടാവും? അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള പഠനമാണ്. പിന്നെ പഠനം മാത്രമല്ല, ഇത്തരം ആളുകൾ ഒരു ജീവിതത്തിലെ ഈ ആധ്യാത്മികത, ഞാൻ പറയുന്നത് അക്വിനാസിൻ്റെ ഒക്കെ ആധ്യാത്മികതയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയിരുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ആ ആധ്യാത്മ സാധനയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളു തുറന്നതായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറ്. ഈ പുസ്തകം വായിച്ചപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു ഉയർന്ന തലത്തിൽ വിരാജിക്കുന്ന ഒരു യോഗിയുടെ കണ്ടെത്തലാണ് പലതും. അത്രയ്ക്ക് ക്രാന്തദർശിത്വമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന വിപത്ത്, കമ്മ്യൂണിസം ഒരു വലിയ വിപത്താണ്, ലോകത്തെമ്പാടുള്ള വിപത്താണ്. അത് എന്നെ കേൾക്കുന്നവരിൽ എന്നെ എതിർത്താലും ശരി എതിർത്തില്ലെങ്കിലും ശരി, അതൊരു വലിയ വിപത്താണ്, അതൊരു വലിയ നുണയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ്, വിപത്തുമാണ് നുണയുമാണ്. നുണയുടെ ഒരു അടിത്തറയുടെ മേലെ പടുത്തുയർത്തിയ നുണയുടെ ഒരു ചീട്ടുകൊട്ടാരമാണ് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അതിനെ എതിർക്കേണ്ടതാണ്, അതിനെ ഇല്ലാതാക്കേണ്ടതാണെന്നുള്ളത് ആന്റണി അലഞ്ഞിമറ്റം മാത്രമല്ല പറഞ്ഞത്, സാക്ഷാൽ ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അംബേദ്കർ അത് പറയാനുള്ള കാരണം എന്തായിരുന്നു? അദ്ദേഹം ഭരണഘടനയെ അവതരിപ്പിച്ചുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ അദ്ദേഹത്തിൻ്റെ സമാപന പ്രസംഗം നടത്തുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ എതിർത്ത രണ്ട് വിഭാഗങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ആ എതിർത്ത രണ്ട് വിഭാഗങ്ങൾ കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളുമാണ്. എന്നുവെച്ചാൽ രണ്ടും ഒന്നാണല്ലോ, അപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ ആണെന്നാണ് അംബേദ്കർ പറയുന്നത്. എതിർക്കാനുള്ള കാരണം എന്താണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയം ജനാധിപത്യത്തിൻ്റെതാണ്. ജനാധിപത്യത്തെയാണ് വിശദീകരിക്കുന്നത് ഭരണഘടന. ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്തവരെങ്ങനെയാണ് ഭരണഘടനയെ സ്വീകരിക്കുക? അപ്പോൾ അംബേദ്കറുടെ ആ കരുത്തുറ്റ ആക്രമണം നമ്മുടെ നാട്ടിലെ ഈ കവല പ്രസംഗങ്ങൾ കേട്ട് പിന്നെ ഈ ആധുനിക അഴീക്കോടന്മാരൊക്കെ വന്ന് പ്രസംഗിക്കുകയാണല്ലോ ഇടക്കിടക്ക് യൂട്യൂബിലൂടെയൊക്കെ. അവർ അംബേദ്കറെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അംബേദ്കർ എന്തോ സഖാവായിരുന്നു എന്ന് തോന്നും. പക്ഷെ അംബേദ്കർ വളരെ കൃത്യമായി പറഞ്ഞു, ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത ഏകാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം. അതുകൊണ്ട് ആ കമ്മ്യൂണിസ്റ്റുകാർ ജനാധിപത്യത്തിന് ഊന്നൽ കൊടുക്കുന്നതായ ഭരണഘടനയെ എതിർത്തു എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ആന്റണി അലഞ്ഞിമറ്റത്തിൻ്റെയും കണ്ടെത്തൽ. ബാബാ സാഹേബ് അംബേദ്കർ എങ്ങനെയാണോ ഇത് കണ്ടെത്തിയത്, അതേപോലെ തന്നെയാണ് ആന്റണി അച്ഛൻ ഈ കാര്യം കണ്ടെത്തി പറയുന്നത്. ഇതൊരു വലിയ വിപത്താണ്. ഈ വിപത്തിനെ തടയണമെങ്കിൽ, ഞാനത് RSSനെ കരുത്തുള്ളൂ എന്ന് ആന്റണി അച്ഛൻ പറയാനുള്ള കാരണം, RSS ആണ് ഈ നാടിൻ്റെ തനിമയെ പ്രതിനിധീകരിക്കുന്നത്. ഈ തനിമയിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു കരുത്തുറ്റ സംഘടിത ശക്തിക്ക് മാത്രമേ ഇതിനെ നേരിടാൻ കഴിയുകയുള്ളൂ, അതിനെ ആശയപരമായി നേരിടാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ്, അതാണ് ഇന്നിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ RSS ചിലരുടെയൊക്കെ ശത്രുവാകുന്നത്. RSSുമായി ബന്ധമുള്ള ഒരു പാട്ട് കേട്ടാൽ പോലും, ഇനിയിപ്പോൾ അദ്ദേഹം ഭാരതഹൃദയ വിഭജിയെ എതിർക്കുമെന്ന് എനിക്കറിയില്ല. ഭാരതഹൃദയ വിഭജിയും സംഘശാഖയിൽ പാടുന്ന പാട്ടാണ്. പക്ഷേ ഈ സഖാക്കന്മാർക്ക് അറിയുമെന്നറിയില്ല, അവരുടെ ഒരു വലിയ സഖാവ് എഴുതിയ പാട്ടാണത്. സഖാവ് ONV കുറുപ്പ്. സഖാവ് ONV കുറുപ്പ് എഴുതിയ പാട്ടിലെ ദേശഭക്തിയുടെ അംശത്തെ ഉൾക്കൊള്ളാൻ RSSനൊരു വിഷമമില്ല. എഴുതിയത് ആരാണ്, പാടുന്നത് ആരാണ്, അവൻ പാടുന്നത് നല്ലതാണെങ്കിൽ സ്വീകരിക്കരുത്, കാരണം അവനോട് എനിക്ക് വിരോധമാണ് എന്ന് RSS പറയുന്നില്ല. RSSന്റെ അന്നത്തെ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലപ്പെട്ട ആൾക്കാർ 1962 കാലഘട്ടത്തിൽ കുറുപ്പ് സാറിനെ നേരിട്ട് പോയി കണ്ടിട്ട് അഭ്യർത്ഥിച്ചു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ശാഖയിൽ ദേശഭക്തി ഗാനങ്ങൾ പാടാറുണ്ട്, ഈ ഭാരതഹൃദയ വിഭജി ഉപയോഗിച്ചു കൊള്ളട്ടെ എന്ന്. അദ്ദേഹം സർവാത്മന, അന്ന് ഏതായാലും വളരെ കൂടുതൽ ജ്വരമൊന്നും ബാധിക്കാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പാടിക്കൊള്ളൂ എന്ന്. ഈ കൂട്ടത്തിൽ മറ്റൊരു പാട്ടുണ്ട്. ചൈന ആക്രമണം നടക്കുന്ന സമയത്ത് കറുപ്പു തിന്നു മയങ്ങിയ മഞ്ഞ കാടത്തത്തിന് നേരെ ഭാരതം ഉയർന്നു വരുന്നതിനെ കുറിച്ച് എഴുതി. കറുപ്പ് തിന്നു മയങ്ങുന്ന മഞ്ഞക്കാടത്തം എന്ന് പറഞ്ഞാൽ ചൈനയ്ക്കെതിരെ എഴുതി. അതും എഴുതിയത് കുറുപ്പ് സാറാണ്, ONV കുറുപ്പ് സാറാണ്. ONV കുറുപ്പ് സാറിൻ്റെ ആ പാട്ടും RSSന്റെ നിത്യശാഖകളിൽ ഏതെങ്കിലും ഒരു ശാഖ പോലും ഉണ്ടാവില്ല ഭാരതഹൃദയ വിഭജിയോ
നമ്മെ വിളിപ്പൂ നമ്മെ വിളിപ്പൂ നല്ല ഹൈമവത ഭൂമി എന്ന കുറുപ്സാറിൻ്റെ സുന്ദരമായ ഗാനമോ പാടാത്തത്? അതുകൊണ്ട് ഈ RSSന്റെ ഗാനാഞ്ജലിയിൽ ഇത്തരം ഗാനങ്ങളുമുണ്ട്. ഇതിനുള്ള ക്ഷമതയുള്ള പ്രസ്ഥാനമാണ് RSS. ഇതിനുള്ള ക്ഷമത, എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനുള്ള ക്ഷമതയുള്ള ഒന്നാണ്. ഈ അടിസ്ഥാനത്തിലൂടെയാണ് ആന്റണി അലഞ്ഞിമറ്റം പറഞ്ഞിരിക്കുന്നത്, ഈ രാഷ്ട്രവിരുദ്ധ ആശയങ്ങളെ തളയ്ക്കാനും തടയാനും കരുത്തുള്ളത് RSSനെ ഉള്ളൂ എന്ന് ഫാദർ ആന്റണി അലഞ്ഞിമറ്റം പറഞ്ഞത് ഈ പശ്ചാത്തലത്തിലാണ്. ഈ പുസ്തകത്തിന്റെ റീപബ്ലിക്കേഷൻ ഒരു അവതാരിക എഴുതിയിരിക്കുന്നത് നന്ദേട്ടനാണല്ലോ. ആ അവതാരിക എഴുതിയിരിക്കുന്ന നന്ദേട്ടൻ തന്നെ പ്രജ്ഞാപ്രവാഹിന്റെ ദേശീയ സംയോജകമായിരിക്കുന്ന സമയത്താണ് നമ്മുടെ JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ വലിയ മാറ്റങ്ങൾ വന്നത്. ഭാരത് തെരെ തുക്കടെ ഹോങ്കെ ഇൻഷാ അല്ലാ എന്ന് വിളിച്ചിരുന്ന, അല്ലെങ്കിൽ ഭാരത് കി ബർബാദി തക് ജംഗ് രഹേംഗെ എന്ന മുദ്രാവാക്യം ഉയർത്തിയിരുന്ന ക്യാമ്പസിൽ ഇപ്പോൾ നവരാത്രി ആഘോഷങ്ങൾ നടന്നു. നമ്മളുടെ ഒരുപാട് ഹിന്ദു ഉത്സവങ്ങളും ദേശീയോദ്ഗ്രഥന പരിപാടികളും നടക്കുന്നു. അപ്പോൾ ഈ പുസ്തകത്തിൽ ഫാദർ പറഞ്ഞിരിക്കുന്നതിൽ നവഭാരത റിപ്പബ്ലിക് എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. നവഭാരത റിപ്പബ്ലിക്കും യുവത്വവും എന്നൊരു ചാപ്റ്റർ തന്നെയുണ്ട്. അപ്പോൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഈ യുവാക്കൾ സംഘവും ഒരു നവോത്ഥാനവും ഭാരതത്തിൻ്റെ എങ്ങനെയായിരിക്കും? ഭാരതത്തിൻ്റെ ഭാവി വളരെ ശോഭനമാണ്, അതിൽ ഒട്ടും സംശയമില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഭാരതത്തിൻ്റെ യുവത്വം തന്നെയാണ്. ഭാരതം ഒന്ന് മാത്രമാണ് ലോകത്ത് ഒരേ ഒരു യുവരാഷ്ട്രം എന്ന് പറയുന്നത്. ഏറ്റവും കരുത്താർന്ന യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ സംഖ്യയുള്ളത് നമുക്കറിയാം. 35 വയസ്സിൽ താഴെയുള്ളവരാണ് ഭാരതത്തിൻ്റെ 65% ആൾക്കാരും. യുവാക്കളുടേതാണ് ഈ രാഷ്ട്രം. നമ്മൾ നമ്മുടെ ഡെമോഗ്രാഫിക് വിൻഡോയിലേക്ക് പ്രവേശിച്ചിട്ടേ ഉള്ളൂ. ഡെമോഗ്രാഫിക് വിൻഡോ നീണ്ടു നിൽക്കാൻ പോകുന്നത് ഒരു 40-45 വർഷമാണ്. അതായത് 2050 വരെ ഈ യുവാക്കളുടെ കരുത്തിൽ, താരുണ്യത്തിൻ്റെ കരുത്തിൽ ഭാരതം മുന്നോട്ട് പോകും. ഈ യുവാക്കൾ, സ്വാമി ചിന്മയാനന്ദജി സാധാരണ പറയാറുള്ളത് പോലെ, ദേ ആർ നോട്ട് യൂസ്ലെസ് ബട്ട് യൂസ്ഡ്ലെസ്. അവർ യൂസ്ലെസ് ഒന്നുമല്ല. അങ്ങനെയാണ് നമുക്കെപ്പോഴും പറയാമല്ലോ. നമ്മൾ പ്രത്യേകിച്ച് ഒരു 35 വയസ്സ് കഴിഞ്ഞവർ ഒരുമാതിരി കാർന്നോറ് വൈബെന്നോ അമ്മാവൻ വൈബെന്നൊക്കെ പറയുന്ന പോലുള്ളൊരു വൈബുമായിട്ട് ഇറങ്ങും. എന്നിട്ട് പറയും പിള്ളേരൊന്നും കൊള്ളൂല എന്ന് പറഞ്ഞോളെ. അവർ നോക്കൂ, പരിപാടിക്ക് എത്ര പേര് വരുന്നുണ്ട്. വരാത്തത് നിങ്ങൾ വിളിക്കാത്തതുകൊണ്ടാണ്, വരാത്തത് അവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ സംസാരിക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ വരാത്തത്. ഇരിക്കട്ടെ, എന്നാലും വന്നിട്ടുണ്ട്. ഇന്ന് പരിപാടികൾ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ യുവാക്കളെ ഞാൻ കാണുന്നുണ്ട്. ഭാരതത്തെ സ്നേഹിക്കുന്ന, ഭാരതത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന, മാറുന്ന ഭാരതത്തിൻ്റെ മുഖമാണ് ഇന്നലെ വന്ദേ ഭാരത് ട്രെയിനിൽ കണ്ടത്. ജെൻസി എന്ന് പറയുന്ന, ഒരുപക്ഷെ ജെൻസി എന്ന് പറയണോ ആൽഫ എന്ന് പറയണമെന്ന് പറയാൻ പറ്റാത്ത തലമുറയിൽപ്പെട്ട കുട്ടികളാണ് ഭാരതത്തിന് വേണ്ടി പാടിയത് ഇന്നലെ വന്ദേ ഭാരത് ട്രെയിനിൽ. അങ്ങനൊരു തലമുറ വളർന്നു വരികയാണ്. ആ തലമുറയിലാണ് നമ്മുടെ മുഴുവൻ പ്രതീക്ഷയും. അത് പൂർണ്ണമാക്കത്തക്ക വണ്ണം, സഫലമാക്കത്തക്ക വണ്ണം ഉള്ള ക്ഷമതയും അവർക്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ അവർ മുന്നോട്ട് വരണം. അങ്ങനെയുള്ള യുവാക്കന്മാരെ ആശ്രയിച്ചുകൊണ്ടുള്ള ഭാരതത്തിൻ്റെ മുന്നേറ്റത്തെക്കുറിച്ച് അദ്ദേഹം ഇതിൻ്റെ അവസാന ഭാഗത്ത് പ്രവചന സദൃശ്യമായ ഒരു 30-35 പേജുകൾ എഴുതുന്നുണ്ട്. അതിൽ എങ്ങനെയായിരിക്കും ഈ യുവാക്കൾ ഭാരതത്തിന് നേതൃത്വം കൊടുക്കാൻ പോകുന്നത്, ഏതായിരിക്കണം അവരെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ, എന്തിനായിരിക്കണം ഈ മുതിർന്ന തലമുറ പ്രാധാന്യം കൊടുക്കേണ്ടത്, അവരെ സംഘടിപ്പിക്കേണ്ടത് എങ്ങനെ എന്നല്ല, അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. അതിൽ തന്നെയാണ് സത്യത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നും ഊന്നുന്നത്. അതിലാണ് ഊന്നുന്നത്. അതുകൊണ്ടാണ് സംഘത്തിൻ്റെ ശാഖകളിൽ യുവാക്കൾ ഏറ്റവും കൂടുതലുള്ളത്. ആ യുവാക്കളും കുട്ടികളും ചേരുന്ന ഒരു മഹാപ്രസ്ഥാനമെന്ന നിലയിലാണ് ഇതിൽ മാത്രം പ്രതീക്ഷ അദ്ദേഹം കാണുന്നത്. ഇവിടെ പറഞ്ഞു, ഇതിൻ്റെ ഒറിജിനൽ പതിപ്പിൻ്റെ റീപബ്ലിക്കേഷൻ നടക്കുമ്പോൾ അത് എന്നെ സമീപിച്ചു അതിൻ്റെ പബ്ലിഷേഴ്സ്. ഈ കാലത്ത് അത് എഴുതുമ്പോൾ ആദ്യം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതിയിരിക്കുന്നത് പ്രസിദ്ധനായ ബാരിസ്റ്റർ ജമുനാദാസ് മേത്തയാണ്. അദ്ദേഹത്തിൻ്റെ അതിശക്തമായ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് അതിൽ. അപ്പോൾ ഈ കാലത്തിനനുസൃതമായ ഒന്ന് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതി എന്നുള്ള അപരാധം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അംഗീകരിക്കുകയാണ്. എന്നെ കൂടുതൽ അഭിനന്ദിച്ച് ദണ്ഡിപ്പിക്കരുത്. ഏതായാലും അത് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ ഇൻട്രൊഡക്ഷനിലും ഒട്ടെല്ലാം ഈ യുവാക്കളുടെ നേതൃത്വത്തിൽ നടക്കേണ്ട മാറ്റത്തെക്കുറിച്ച് സൂചിപ്പിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. സമയപരിധി കൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. JNU മാത്രമല്ല, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി,
ജാദവ്പൂർ യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ തുടങ്ങിയിട്ടുള്ള പിന്നെ എല്ലാ പ്രധാനപ്പെട്ട പ്രീമിയർ എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സിലും ഒരു തരത്തിൽ പറഞ്ഞാൽ ചെതലുപോലെ വ്യാപിച്ചിരുന്ന രാഷ്ട്രവിരുദ്ധ ശക്തികളെ ഒന്നൊന്നായി കുടിയൊഴിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമം അത് വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലത്തും വിജയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആ പരിശ്രമം തുടരും, യാതൊരു സംശയവുമില്ല. ഭാരതത്തിൽ ജീവിക്കുന്ന യുവാക്കന്മാരെ, വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് ഭാരതത്തിൻ്റെ വീരപുരുഷന്മാരെ കുറിച്ചാണ്. മറ്റാരെക്കുറിച്ച് പഠിക്കേണ്ടതില്ല എന്നല്ല. നമ്മുടെ നാട്ടിൽ ചിലരുണ്ട്, ആഫ്രിക്കയുടെ മോചനത്തിന് വേണ്ടി പൊരുതിയ ബെഞ്ചമിൻ മൊളോയിസ്, നിന്റെ രക്തം മഴയായി പെയ്യുന്നു, അതിൽ ഞാൻ കുളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കവിത എഴുതും. ബെഞ്ചമിൻ മൊളോയിസ് നല്ല കവിയാണ്, എനിക്ക് വിരോധമൊന്നുള്ള കവിയൊന്നുമല്ല. പക്ഷെ ബെഞ്ചമിൻ മൊളോയിസിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു 10% ഭാരതത്തിൻ്റെ മറ്റ് കവികളെക്കുറിച്ചും നിരാലയെക്കുറിച്ച് പഠിച്ചുകൂടെ? ദിൻകറിനെ കുറിച്ച് പഠിച്ചുകൂടെ? പഠിപ്പിച്ചുകൂടെ കുമാരനാശാനെ കുറിച്ച്? പഠിപ്പിച്ചുകൂടെ വള്ളത്തോളിനെ കുറിച്ച് എന്ന് ചോദിച്ചു പോകുന്നു നമ്മൾ. ആ കൂട്ടത്തിലൊരു കവി എന്ന നിലയിൽ ബാക്കിയൊക്കെ നമുക്ക് തർക്ക വിഷയമാക്കി മാറ്റിവെക്കാം. ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ ജീവപര്യന്തം, അതും 2 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് ക്രൂര പീഡനങ്ങളേറ്റ് കൈയും കാലും ചങ്ങലക്കിട്ട നിലയിൽ കിടക്കുമ്പോൾ ആ ചങ്ങലയെ നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട്, ഹേ ബ്രിട്ടീഷുകാരാ, നിന്റെ ഈ കൈച്ചങ്ങലകൾക്ക് എൻ്റെ കൈയും കാലും മാത്രമേ ബന്ധനത്തിലാക്കാൻ കഴിയുള്ളൂ. തുരുമ്പെടുത്ത ഈ ചങ്ങല നാളെ പൊട്ടിത്തെറിക്കും. എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ഭാരതമാതാവിനോടുള്ള ഭക്തിയുടെ സ്നേഹമസൃണമായ ആ തലോടൽ ഏറ്റുവാങ്ങിക്കൊണ്ട് എൻ്റെ ആത്മാവ് അനുദിനം ഭാരതത്തിൻ്റെ മണ്ണിലേക്ക്, ഭാരതമാതാവിൻ്റെ പാദങ്ങളിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കവിത എഴുതിയ ഒരു വലിയ മഹാനുണ്ട്. ഒരു വലിയ മഹാൻ, കവികുല ഗുരുവാണ് ആ കവി എന്ന നിലയിൽ വീര സാവർക്കർ. അദ്ദേഹം ഇംഗ്ലണ്ടിൻ്റെ തീരങ്ങളെ പുൽകി വരുന്ന കടലലമാലകളെ നോക്കിക്കൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഹേ കടൽ തിരമാലകളെ, നിങ്ങൾ എന്നെ ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ വാക്ക് തന്നിരുന്നു തിരിച്ചെൻ്റെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകാമെന്ന്, എന്തേ വാക്കു പാലിക്കാത്തു എന്ന് ചോദിച്ചുകൊണ്ട് എഴുതിയ കവിതയുണ്ട്. എത്രയെത്ര കവിതകൾ. ഞാൻ ചോദിക്കുന്നത്, ബെഞ്ചമിൻ മൊളോയിസിനെ കുറിച്ച് ആവേശം ഉൾക്കൊള്ളുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരല്പം സമയം സവർക്കറെ കുറിച്ചും പഠിച്ചുകൂടെ? ഇതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതാണ് JNUവിലും, അതാണ് ജാമിയ മില്ലിയയിലും, അതാണ് ജാദവ്പൂരിലും, അതാണ് IIITയിലും ഒക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശ്വരാജ് സൂചിപ്പിച്ചത്. ആ മാറ്റം ഒരു ചിരസ്ഥായിയായ ഭാരത വൈഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ ആശയാണ്, അതിൻ്റെ പ്രതീക്ഷയാണ് 75 വർഷം മുമ്പ് ആന്റണി എലഞ്ഞിമറ്റം എന്ന ക്രൈസ്തവ കാത്തോലിക് പാതിരി ഇതിൽ എഴുതിയിരിക്കുന്നത്. ഒരു ചോദ്യം കൂടി, ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഭാരതം ഒരു ഇതിനു മുമ്പ് നമ്മൾ 2014 മുമ്പ് ഫ്രജൈൽ 5 എന്ന് പറഞ്ഞ ഗണത്തിലായിരുന്നു. ഏത് നിമിഷം തകരാവുന്ന ഒരു സാമ്പത്തിക രംഗം. അതിനുശേഷം ഭാരതം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വളർച്ച നേടുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് RSSന്റെ ഒരു പ്രചാരകനായിരുന്ന ഒരു പ്രധാനമന്ത്രിയായിരുന്നു. അപ്പോൾ ഈ പുസ്തകത്തിൽ ഫാദർ എലഞ്ഞിമറ്റം, ഒരു കാത്തോലിക് പുരോഹിതൻ, പറയുന്നുണ്ട്, അദ്ദേഹം ഭാരതത്തിൻ്റെ നവോത്ഥാനം എത്രയും വേഗത്തിലും ശക്തവുമാവുന്നു അത്രയും വേഗത്തിൽ തന്നെ ഗ്ലോബൽ റിനൈസൻസും സാധ്യമാവും, ലോക പുനരുദ്ധാനവും അതിനൊപ്പം തന്നെ സാധ്യമാവും എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ആ കാലഘട്ടത്തിൽ അത് അതിൻ്റെയും കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇത് കാണുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ചില പ്രവചനങ്ങൾ നടത്തുന്നുണ്ട് അദ്ദേഹം. വീണ്ടും ഓർമ്മിപ്പിക്കാൻ കേട്ടോ, 75 വർഷം മുമ്പ് ഞാൻ എഴുതിയ പുസ്തകമല്ല കേട്ടോ, 75 വർഷം മുമ്പ് എഴുതപ്പെട്ട ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അപ്രസക്തമാകുന്ന സമയത്ത് ഭാരതത്തിൻ്റെ ഉള്ളിൽ ഒരു ഇന്ത്യൻ നാഷണൽ ഫ്രണ്ട് ഉയർന്നു വരുമെന്നാണ് പറയുന്നത്. അത് NDA ആണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത് 75 വർഷം മുമ്പ് ആന്റണി പറയുകയാണ്, ഇന്ത്യൻ നാഷണൽ ഫ്രണ്ട് INF ഉയർന്നു വരും. അതിൻ്റെ നേതൃത്വത്തിൽ, അതിൻ്റെ ആശയങ്ങൾ നൽകുന്ന കാര്യത്തിൽ RSSന് വലിയൊരു പങ്ക് ഉണ്ടായിരിക്കും എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ്. ഭാരതത്തിൻ്റെ വീണ്ടെടുപ്പ്, പ്രത്യേകിച്ചും സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഭാരതം വെട്ടിമുറിക്കാനുള്ള കാരണമായി നേതൃത്വം പറഞ്ഞിരുന്നത് 3 കാരണങ്ങളാണ്. ആ 3 കാരണങ്ങളിൽ ഒന്നാമത്തത്, ബ്രിട്ടീഷുകാർ തൽക്കാലം പോകണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തി അവരെ ഒന്ന് പ്രീതിപ്പെടുത്തണം എന്നാണല്ലോ പച്ച മലയാളത്തിൽ അന്ന് നെഹ്റുജിയൊക്കെ പറഞ്ഞത്. അവർ പോകണമെങ്കിൽ ഇത് സമ്മതിക്കണം, ഇപ്പം ബ്രിട്ടീഷുകാർ പോകണം. 2, ഇസ്ലാമിക ഫണ്ടമെന്റലിസം വളരുകയാണ്, അത് ഭാരതത്തെ കുട്ടിച്ചോറാക്കാതിരിക്കാൻ ഇത് ചെയ്യേണ്ടി വരും, അവർക്ക് വേണ്ടത് എടുത്തോട്ടെ എന്ന് ഇസ്ലാമിക ഭീകരവാദികൾക്ക് ഒരു രാഷ്ട്രം കൊടുക്കണം. അത് രണ്ടാമത്തത്.
മൂന്നാമത്തത്, ഭാരതത്തിൽ വളർന്നു വരുന്ന അരാജകത്വ ശക്തികൾ, സാമ്പത്തിക സാമൂഹ്യ മേഖലയിലെ അനാർക്കി വളർത്തിക്കൊണ്ടിരിക്കുന്ന ശക്തികളെ തൽക്കാലത്തേക്ക് നിയന്ത്രിക്കണമെങ്കിൽ ഭാരത വിഭജനം അനിവാര്യമാണോ എന്നാണ് ഈ കൊടിയ പാപം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാരണമായി അവർ പറയുന്നത്. ആന്റണി എലഞ്ഞമറ്റം ചോദിക്കുകയാണ്, ഈ പാപം ചെയ്തിട്ട് ഇത് 3 ആയോ? ബ്രിട്ടീഷുകാരൻ പൂർണ്ണമായിട്ടും നിന്റെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടോ? ഇപ്പോഴും ബ്രിട്ടീഷ് കൊളോണിയൽ സ്വാധീനത്തിലല്ലേ നമ്മളിപ്പോഴും? അത് കുടഞ്ഞെറിഞ്ഞാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ടോ? സ്വത്വത്തെ ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ ബ്രിട്ടീഷുകാരൻ പോണമെന്നോ ബ്രിട്ടീഷ് ആശയം പോണമെന്നോ ഉള്ള വാദഗതി നിലനിൽക്കുന്നതല്ല. രണ്ടാമത്തത്, ഇസ്ലാമിക ഫണ്ടമെന്റലിസം, ഇസ്ലാമിക കമ്മ്യൂണലിസം. ഐ എം നോട്ട് ബ്ലെയിമിങ് ഓൾ ഇസ്ലാം മുസ്ലിംസ്. അങ്ങനെയും പറയുന്നുണ്ട്, വർഗീയവാദം അന്നുള്ളതിനേക്കാൾ കുറഞ്ഞോ അതോ കൂടിയോ? കൂടുന്നോ? ഇത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മൂന്നാമത്തത്, ഭാരതത്തിൻ്റെ ഉള്ളിൽ ഈ സാമൂഹ്യ സാമ്പത്തിക അരാജകത്വം വളർത്താൻ വേണ്ടിയിട്ടുള്ള ശക്തികൾ കൂടുതൽ ശക്തമാവുകയല്ലേ ചെയ്തത്? പുതിയ കാലത്തിൻ്റെ സോറോസുമാർ ഭാരതത്തിൻ്റെ ഉള്ളിൽ സാമ്പത്തിക വിനിവേശം നടത്തി, ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. എന്തിന്? പൊളിറ്റിക്കൽ പാർട്ടീസിൽ, പൊളിറ്റിക്കൽ നേതാക്കന്മാരിൽ. നാഴികയ്ക്ക് 40 വട്ടം രാഷ്ട്രത്തെ അവമതിക്കാൻ, രാഷ്ട്രത്തെ തകർക്കാൻ, രാഷ്ട്രം ശക്തമല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആന്റണി അന്ന് മുൻകൂട്ടി കണ്ട കാര്യം കൂടുതൽ ശക്തമായി നടക്കുകയാണ്. അതുകൊണ്ട് ഭാരതത്തെ വിഭജിക്കുക എന്ന കൊടും പാപം ചെയ്തതുകൊണ്ടും ഈ വിപത്തുകളിൽ നിന്ന് നമ്മൾ മുക്തരായിട്ടില്ല, അത് തുടരുകയാണ്. എന്നാൽ ഇപ്പൊ ഇവിടെ ഒരു പ്രതീക്ഷ പോലെ ഉയർന്നു വരുന്നത്, ഫ്രജൈലായിരുന്ന നമ്മുടെ എക്കണോമിക് സിസ്റ്റം ഇന്ന് ലോകത്തിലെ ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള, ഏറ്റവും ശക്തമായ, സോറോസിന്റെ ഇന്ന് കാശ് മേടിച്ചിട്ട് ചില നേതാക്കന്മാർ, നമ്മുടെ ചില പെർമനന്റ് ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്റർമാരുണ്ട്, പെർമനന്റ് ആയിട്ടുള്ള ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്റർമാർ, അവര് പ്രസംഗിക്കുന്നുണ്ട് ഭാരതത്തിന്റെ അതൊരു വീക്ക് സാമ്പത്തിക വ്യവസ്ഥ അല്ല, ഡെഡ് ആണെന്ന് പറയുന്നുണ്ട്. ആളുകൾ കേട്ടിട്ട് ചിരിക്കുകയാണ് ഇത് കേട്ടിട്ട്. ഭാരതം മുന്നോട്ട് പോവുകയാണ്, വൈബ്രന്റ് ഡൈനമിക് കിക്കിംഗ്, അത്തരം ഒരു സാമ്പത്തിക വ്യവസ്ഥയായിട്ട്, സാമൂഹ്യ ശക്തിയായിട്ട് ഭാരതം പൂർണ്ണമായും നല്ല പറയുന്നത്, മുന്നോട്ട് വരികയാണ്. ആ മുന്നോട്ട് വരവിനെയാണ് ആശയോടെ, പ്രതീക്ഷയോടെ ആന്റണി എലഞ്ഞമറ്റം ഈ പുസ്തകത്തിൽ വർണ്ണിക്കുന്നത്. അതിലൂടെയാണ് ഹിന്ദു സ്വരാജ് സ്ഥാപിതമാകാൻ പോകുന്നത്. ഗാന്ധിജിയുടെ സ്വപ്നങ്ങൾ RSS പൂർത്തിയാക്കാൻ പോകുന്നത് ഈ ആക്ഷനിലൂടെയാണ്, ഈ ഫിലോസഫിയിലൂടെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തകത്തിന് അങ്ങനെ ഒരു തലക്കെട്ട് കൊടുത്തത്, ദ ആക്ഷൻ ആൻഡ് ഫിലോസഫി ഓഫ് RSS ഫോർ ഹിന്ദു സ്വരാജ്.